നെക്സ്റ്റ് ടോപ്പിക്കാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളതാണ്. ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്. ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഒന്നാമത്തെ അക്കൗണ്ടിംഗ് കൺട്രോള്, സേഫ് ഗാർഡ്, അഷ്വറൻസ്, അസസ്മെൻറ്റ്, റിവ്യൂ, റിപ്പോർട്ടിംഗ് ടൂൾ, പ്രാക്ടിക്കൽ സബ്ജക്റ്റ്. ഇത്രയാണ് മെയിനായിട്ട് ഓഡിറ്റിങ്ങിൽ വരുന്ന എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ. അതിൽ ഒന്നാമത്തെ എന്താ പറയുന്നത്, ഇതൊരു ഒന്നാമത്തെ ഫീച്ചറാണ് അക്കൗണ്ടിംഗ് കൺട്രോൾ. Audit is an instrument of accounting control. The truth and fairness of the information is controlled and checked by auditing activities. ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ട്രൂത്ത് ആൻഡ് ഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പം അതാണ് നമ്മൾ ഓഡിറ്റിങ് ചെയ്യണ സമയത്ത് നമ്മൾ ഇതിൻ്റെ വൗച്ചേഴ്സ് ഇപ്പോൾ ഒരു പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിൽ വൗച്ചേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അവർക്ക് എല്ലാത്തിനും പ്രൂഫ് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, അതിനൊക്കെ എന്താണ് അവർ പ്രൂഫ് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഒരു ബില്ലോ വൗച്ചറോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹെൽപ്സ് ടു ബ്രിങ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഇൻഫോർമേഷൻസിനകത്ത് ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ബ്രിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് സേഫ് ഗാർഡ് എന്ന് പറയുന്നതാണ്. എന്താണ് സേഫ് ഗാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഡിറ്റ് ആക്ട് ആസ് എ സേഫ് ഗാർഡ് ഓൺ ബിഹാഫ് ഓഫ് proprietor, whether an individual person, against the extravagance or carelessness or fraud on the part of the proprietors or servants in the realization and utilization of his or their money and other as. എന്താണ് സേഫ് ഗാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഓഡിറ്റ് ആക്ട് ആസ് എ സേഫ് ഗാർഡ് ഓൺ ബിഹാഫ് ഓഫ് പ്രൊപ്പറേറ്ററിന് ഇപ്പം ഈ ഓഡിറ്റേഴ്സ് വരുന്ന സമയത്ത് എന്താ അവർ ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഫസ്റ്റ് മുതലുള്ള ഇപ്പം ഒരു 1 ഇയറിൻ്റെ ഓഡിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് 6 മന്ത്സ് കൂടുമ്പോഴോ ചിലപ്പോൾ 3 മന്ത്സ് കൂടുമ്പോഴോ ഒക്കെ വലിയ വലിയ ഓർഗനൈസേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻസ്. അപ്പം എവിടുന്ന് മുതലുള്ളതാണോ ആ ഫസ്റ്റ് ഓൺവേർഡ്സ് ഉള്ള ആക്ടിവിറ്റീസുകൾ ചെക്ക് ചെയ്തിട്ടാണ് അവർ ഫസ്റ്റ് ഓൺവേർഡ്സ് ഉള്ള ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസും ചെക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത് on the part of proprietor or servant in the realization and utilization of his or their money and other assets. അപ്പോൾ അവരുടെ കയ്യിലുള്ള മണി ഇപ്പം അതുതന്നെയാണല്ലോ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അവരെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനും, പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് പ്രൊപ്പറേറ്റേഴ്സിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പ്രൊപ്പറേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ മണി കൃത്യമായിട്ടാണ് യൂട്ടിലൈസേഷൻ നടന്നിട്ടുള്ളത്, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കെയർലെസ്നെസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും പ്രൊപ്പറേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പറേറ്റേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് അക്കൗണ്ടിങ് കൺട്രോള്, പിന്നെ ഒന്നാണ് സേഫ് ഗാർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സേഫ് ഗാർഡിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ.
ഓഡിറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രൊപ്പറേറ്റേഴ്സിനെ എല്ലാതും കൺട്രോൾ ചെയ്തോളണം എന്നില്ല അല്ലേ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണം അല്ലെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചോളണം എന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സ് എന്തിന് ഈ പ്രൊപ്പറേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കെയർലെസ്നെസ്സോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഫ്രോഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ഓഡിറ്റ് എന്താണ് അവർക്കത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത തേർഡ് ഫീച്ചറാണ് അഷ്വറൻസ് എന്ന് പറയുന്നതാണ്. എന്താ അഷ്വറൻസ്? ഓഡിറ്റ് അഷ്വർ ഓൺ ദ പ്രൊപ്പറേറ്റേഴ്സ് behalf that the accounts maintained truly represent and expenditure has been incurred with the due regularity and propriety. അതായത് നേരത്തെ അതേ മീനിങ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അഷ്വറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ, നമ്മുടെ അക്കൗണ്ട്സുകൾ അഷ്വറാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ട്രൂലി ആണ് എന്ന്, നമ്മളെ ചിലവാക്കിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സുകൾ വേണ്ട കാര്യത്തിന് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിലെ ഒരു അഷ്വറൻസ് ബ്രിങ് ചെയ്യാൻ ഓഡിറ്റ് സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓഡിറ്റ് അഷ്വർ ഓൺ ദ പ്രൊപ്പറേറ്റർ behalf that the accounts maintained truly represent and expenditure has been incurred with the due regularity and propriety. ഓരോ ആക്ടിവിറ്റീസും ഓരോ എക്സ്പെൻഡിച്ചറും റെഗുലറായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെയാണ് എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുള്ളത്, ചിലവാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അത്രയേ ഉള്ളൂ. അടുത്താണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. എന്താ അസസ്മെൻറ്റ്? ഓഡിറ്റ് അസസ് ദ adequacy of accounting system in order to ascertain in maintaining accounting records of the organization. Audit assess the adequacy of accounting system in order to ascertain in maintaining accounting records of the ഓർഗനൈസേഷൻ. നമ്മൾ വൈൽ പ്രിപ്പയറിങ് ദ ഫൈനൽ അക്കൗണ്ട്സ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് എല്ലാ ഓർഗനൈസേഷൻസും ഒരു സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IFRS, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി അക്കൗണ്ട്സിലൊക്കെ കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓർ ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ റിസൾട്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഈ എല്ലാ ഓർഗനൈസേഷൻസും ഒരുപോലത്തെ അക്കൗണ്ട്സുകൾ അല്ലെങ്കിൽ ഒരുപോലത്തെ സ്റ്റാൻഡേർഡാണ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഏത് ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ വേറെ ഇപ്പം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണെങ്കിലും ഡിഫറെൻറ്റ് കൺട്രി ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് കമ്പാരിസൺ എളുപ്പമാണ്. ഓക്കെ, എങ്ങനെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, ഏത് രീതിയിലാണ്, എന്തിൻ്റെ ബേസിലാണ് ഇവർ ഇങ്ങനത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദാറ്റ്സ് വൈ ഇവിടെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, എളുപ്പമാണ്. Audit assess the adequacy of accounting system in order to ascertain the maintaining accounting records of the organization. പിന്നെ അതേപോലെ തന്നെ ആക്ച്വലി IFRS പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ പോസിബിൾ ആണ്. ഇനി അസസ്മെൻറ്റിന് അത് ശരിക്കും ആഡ്വക്കസി ഓഫ് വേണ്ടത്ര അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണോ ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഓഡിറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഈ ഓഡിറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ
ഏറ്റവും ഫൈനൽ ഇപ്പം ടാക്സ് പേ ചെയ്യേണ്ട സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ശ്രദ്ധിക്കാറ് അല്ലേ. ഇപ്പം പേയ്മെൻറ്റിൻ്റെ സമയമായിട്ടുണ്ടാകും പറഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ജസ്റ്റ് തട്ടിക്കൂട്ടി പ്രിപ്പറേഷനും ഒക്കെ നടത്താറ്. പക്ഷേ അതല്ലാതെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, എന്താ പറയുക, കൃത്യമായിട്ട് വേണ്ടത്ര എല്ലാ അക്കൗണ്ട്സുകളും പ്രിപ്പയർ ചെയ്തിടണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുമെന്നാണ് നേരത്തെ പറയണത്. ക്ലിയർ? അതാണ് അസസ്മെൻറ്റ്. അടുത്താണ് റിവ്യൂ. ഓഡിറ്റ് carries out a review of the financial statement to know whether the records are in agreement with those statements. എളുപ്പമാണ്. ഇതിനകത്ത് ഈ ഓഡിറ്റിനകത്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു 2-3 പോയിൻറ്റ്സ് വെച്ചിട്ട് ബാക്കി എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ അക്കൗണ്ടിങ് കൺട്രോൾ, സേഫ് ഗാർഡ്, അഷ്വറൻസ്, അസസ്മെൻറ്റ്, റിവ്യൂ, റിപ്പോർട്ടിംഗ് ടൂള്, പ്രാക്ടിക്കൽ സബ്ജക്റ്റ്, ഇതൊക്കെ മീൻ ചെയ്യുന്നത് ഏകദേശം സെയിം മീനിങ് തന്നെയാണ് അല്ലേ. പക്ഷേ ഈ പോയിൻറ്റ്സുകൾ മാത്രം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. റിവ്യൂവിനകത്ത് ഓഡിറ്റ് ക്യാരി ഔട്ട് എ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു നോ വെദർ ദ റിപ്പോർട്ടിംഗ് റെക്കോർഡ്സ് ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദോസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സിന് എഗ്രി ചെയ്തിട്ടാണോ എല്ലാ റെക്കോർഡ്സുകളും പ്രിപ്പയർ ചെയ്തിരുന്നത് എന്നുള്ളത് റിവ്യൂ ചെയ്യാണ് ഓഡിറ്റിൽ ചെയ്യുന്നത്. ഓഡിറ്റ് ക്യാരി ഔട്ട് എ റിവ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിവ്യൂ ആണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ വെദർ ദ റെക്കോർഡ്സ് ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദോസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് റിപ്പോർട്ടിംഗ് ടൂൾ. ഓഡിറ്റ് ഈസ് എ ടൂൾ ഫോർ റിപ്പോർട്ടിംഗ് on the financial statements as required by the set auditor's appointment and in compliance with the relevant statutory obligation. Audit is a tool. First of all, audit എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടൂൾ ഫോർ, നമ്മൾ ഈ എന്താ പറയുക, ഓഡിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ ഒരു വേർഡ് ഉണ്ട്. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് എന്നാണ് പറയാറ്. കാരണം അല്ലാതെ ഓഡിറ്റർ ഒരു അവിടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വാച്ച് ഡോഗ് മാത്രമായിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓഡിറ്റർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫ്രീഡം ഒന്നും നമ്മൾ ഓർഗനൈസേഷനിൽ ആരും നമ്മുടെ ഓഡിറ്റർ എടുക്കുകയൊന്നുമില്ല. അപ്പോൾ ബട്ട് അതൊക്കെ നമുക്ക് വരുന്ന മിസ്റ്റേക്സുകളും ഓഡിറ്റേഴ്സിൽ വരുന്ന മിസ്മാച്ചസുകളൊക്കെ ഇവർ കാണിക്കുകയും ചെയ്യും. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഓഡിറ്റർ ഈസ് എ ടൂൾ ഫോർ ഓഡിറ്റ് is a tool for reporting the financial statements as required by the state set auditor's appointment and in compliance with the relevant statutory obligations. അടുത്താണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. പ്രാക്ടിക്കൽ സബ്ജക്റ്റ്. ഓഡിറ്റിംഗ് ഈസ് എ പ്രാക്ടിക്കൽ സബ്ജക്റ്റ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ ഡു. How it is done today is a result of long story of marginal changes and response to a new commercial and legal developments over the centuries, with the most rapid progress in the last few years. Of course, നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റീസ്, ഇന്നത്തെ ചെറിയ ചേഞ്ചസുകളാണ് നമ്മൾ ഓവർ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് shows a rapid progress in the last few years. ഓക്കെ. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ സബ്ജക്റ്റും കൂടിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം ഡീൽ ചെയ്തൊരു ടോപ്പിക്ക് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതായിരുന്നു. അതിനകത്ത് അക്കൗണ്ടിങ് കൺട്രോൾ, സേഫ് ഗാർഡ്, അഷ്വറൻസ്, അസസ്മെൻറ്റ്, റിവ്യൂ, റിപ്പോർട്ടിംഗ് ടൂൾ ആൻഡ് ഫൈനലി പ്രാക്ടിക്കൽ സബ്ജക്ട്സ്. ഇതിൽ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അടുത്തൊരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു എക്സാമിനും ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഓക്കെ.
സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് 2-3 ഒബ്ജക്റ്റീവ്സ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുക. അത് ആക്ച്വലി ഒബ്ജക്റ്റീവ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ചോദിക്കും. ഈവൻ നിങ്ങളോട് ഓഡിറ്റിംഗ് മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ചെയ്യുക. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു സ്കോർ. ഓക്കെ, അടുത്തൊരു ടോപ്പിക് എന്തായിരുന്നു അപ്പം? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. The original objective of an audit was principally to see whether the personnel involved in accounting had properly accounted for the receipts and payment of cash. In other words, the objective of audit was to find out whether the cash has been embezzled, and if so, who embezzled it and what accounts was involved. Thus, it was only an audit of cash book. But at present, the main aim of audit is to find out, after going through the books of accounts, whether the balance sheet and profit and loss account are drawn up accordingly, and whether they represent a true and fair view of the state of affairs of the concern. This is possible when the auditor verifies accounts and statements. While performing his duties, the auditor also has to discover errors and frauds. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റ് വാസ് പ്രിൻസിപ്പലി ടു സീ വെദർ ദ പേഴ്സണിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അക്കൗണ്ടിങ് ഹാഡ് പ്രോപ്പർലി അക്കൗണ്ടഡ് ഫോർ ദ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസുകൾ ഇതിന് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് വാസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ക്യാഷ് ഹാസ് ബീൻ embezzled, and if so, who embezzled it and what amount was. എന്തെങ്കിലും തരത്തിൽ ക്യാഷ് തിരിമറി നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ആരാണത് ചെയ്തത്, എത്ര എമൗണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കലാണ് ഇതിന് മെയിൻ അടുത്ത പണി. Thus, it was only an audit of cash book. But at present, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ ഒരു ഓഡിറ്റ് മാത്രമാണത്. പക്ഷേ but at present the main aim of audit is to find out, after going through the books of accounts, whether the balance sheet and profit and loss account are drawn up accordingly, and whether they represent a true and fair view of the state of affairs of the concern. This is possible when the auditor verifies the but at present the main aim of audit is to find out, after going through the books of accounts, whether the balance sheet and profit and loss account are drawn up accordingly, and whether they represent a true and fair view of the state of affairs of the concern. പക്ഷെ ഇന്ന് അറ്റ് പ്രസൻറ്റ് ജസ്റ്റ് ക്യാഷ് ബുക്ക് വെരിഫിക്കേഷൻ മാത്രമല്ല, ഫൈനൽ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ
കറക്റ്റ് രീതിയിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഓഡിറ്റിനകത്ത് നോക്കുന്നത്. This is possible when the auditor verify the accounts and statements. ഇത് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? ഓഡിറ്റേഴ്സ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സുകളും വെരിഫൈ ചെയ്യുമ്പോൾ. വൈൽ പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ഓഡിറ്റർ ആൾസോ ഹാസ് ടു ഡിസ്കവർ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. The ICA in the statement of an objective and scope of audit of financial statement AAS2 enumerates the following as the objective of auditing the financial statements. ICA in its statement and objective and scope of audit of financial statement AAS2 enumerate the following objective of auditing in the financial statement. എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ, the objective of an audit of financial statements prepared within the framework of recognized accounting policies and practice and relevant statutory requirements, if any, is to enable an auditor to express an opinion on such financial statements. Objective of an audit of financial statements prepared within ഫ്രെയിംവർക്ക് ഓഫ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത പോളിസീസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണോ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? പ്രിപ്പയർഡ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് റെക്കഗ്നൈസ്ഡ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഇഫ് എനി, ആൻഡ് ഈസ് ടു എനേബിൾ ആൻ ഓഡിറ്റർ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതും പറയുന്നുണ്ട്. ആൻഡ് ദ ഓഡിറ്റർ ഒപ്പീനിയൻ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ഓഫ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ആൻ എൻ്റർപ്രൈസസ്. ആൻഡ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഹെൽപ്സ് ഡിറ്റർമൈൻ ഓഫ് ദ ട്രൂ ആൻഡ് ഫെയർ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ആൻ എൻ്റർപ്രൈസസ്. എൻ്റർപ്രൈസസ് ട്രൂ ആൻഡ് ഫെയർ പോളിസീസ് എങ്കിൽ ട്രൂ ആൻഡ് ഫെയർ പൊസിഷനാണ് നിലനിൽക്കുന്നത് എന്നും എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ് മെയിനായിട്ട് നിൽക്കുന്നത്, ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ പോളിസീസിലാണോ പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്കിലാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷനാണോ ഉള്ളത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദ ഓഡിറ്റ് ഷുഡ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഓർഗനൈസേഷൻ, ഇറ്റ്സ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ഫ്രം ദം, ആൻഡ് ദസ് form an organization opinion of an accuracy and correctness of financial statement. Primary aim of audit is to enable to confirm that the accounts show a true and fair view or they are not, do not. So the primary aim of audit is to promote efficiency and accuracy in accounting and to place before the shareholders and management accurate information of financial condition to the business, which may serve as an aid to overall administrative of business entity. And for the fulfillment of primary object of an audit, the following subsidiary objects are to be realized. പ്രൈമറി ഒബ്ജക്റ്റീവിനകത്താണ് നമ്മളിപ്പോൾ ഇത്രയും രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഓർഗനൈസേഷൻ, ഇറ്റ്സ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ഫ്രം them, and thus form an opinion on the accuracy and correctness of financial statements. Primary aim of audit is to enable to confirm the accounts show a true and fair view or they do not.
The primary aim of audit is to promote efficiency and accuracy in accounting and to place before the shareholders and management accurate information of the financial condition of the business, which may serve as an aid to overall administration of business entity. For the fulfillment of the primary objective of an audit, the following subsidiary objects are to be realized: detection of errors, prevention of errors, detection of frauds, prevention of frauds. It's very important. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഈസിയാണ്. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ്, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഇതിനാണ് മെയിനായിട്ട് വരുന്ന സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൽ പ്രൈമറി ഒബ്ജക്റ്റീവും സബ്സിഡിയറി ഒബ്ജക്റ്റീവ് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ.